അയ്യോ ഗായ്സ്, അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ലഡാക്ക് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ കുറേ നമ്മുടെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലഡാക്ക് ട്രിപ്പിൽ പോകുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന ആക്സറീസുകളും എന്താ പറയുക ഗിയേഴ്സും എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്സറീസ് ചോദിച്ചു, കുറേ പേര് ആക്സറീസിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേര് വീഡിയോൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്യാമറ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേര് നമ്മുടെ ഫോം ലാമ്പ് അല്ലെങ്കിൽ നമ്മുടെ ബാഗേജ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ ലഡാക്ക് ട്രിപ്പ് പോയപ്പോൾ ഈച്ച് ആൻഡ് എവറിത്തിങ്, അതായത് എന്തൊക്കെ സാധനങ്ങൾ, ഏതൊക്കെ ആക്സറീസ് ഞാൻ ഉപയോഗിച്ചു, ഏതൊക്കെ ബാഗേജ് കാര്യങ്ങൾ, ഏതൊക്കെ ഗിയേഴ്സ് ഞാൻ ഉപയോഗിച്ചു, വണ്ടിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആക്സറീസ് ഏതൊക്കെ, ഉപയോഗിച്ച ക്യാമറ, ഇതെല്ലാം ഒന്ന് പറയാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ക്യാമറയിലോട്ട് വരാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ചോദിച്ചൊരു സംശയമായിരുന്നു ഏതൊക്കെ ക്യാമറയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ക്യാമറ എന്ന് പറയുന്നത് Insta360X5 ആണ്. പിന്നെ ഹെൽമെറ്റിൽ ഞാൻ മൗണ്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, DJIൻ്റെ തന്നെ ആക്ഷൻ 5 Pro ആണ് കേട്ടോ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Insta360X5 ഏകദേശം ഞാൻ മേടിച്ചപ്പോൾ, ഞാൻ അഡ്വഞ്ചർ കോംബോ ആണ് മേടിച്ചത്, ഏകദേശം ഒരു 62K വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ DJIൻ്റെ ആക്ഷൻ 5 Proയ്ക്ക് വന്നിട്ട് ഒരു 52K വന്നിട്ടുണ്ടായിരുന്നു. ഇതും അഡ്വഞ്ചർ കോംബോ ആണ് കേട്ടോ ഞാൻ മേടിച്ചത്. നമ്മൾ ഒരു ലോങ് ട്രിപ്പ് പോകുമ്പോൾ അഡ്വഞ്ചർ കോംബോ ഉള്ളത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഏറ്റവും എന്താ പറയുക, അധികം ഞാൻ ഉപയോഗിക്കാതെ വജ്രായുധം പോലെ കൊണ്ടു നടന്ന ഒരു സാധനമാണ് നമ്മുടെ DJIൻ്റെ ലിയോ എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ. അത് ഡ്രോണാണ്. ഇത് അത്ര ഉപയോഗിച്ചില്ലെങ്കിലും ഇത് ഉള്ളത് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഞാനൊരു പുതിയ കണ്ടന്റ് ക്രിയേറ്ററാണ്. സോ അതുകൊണ്ട് ഇതുള്ളതൊരു ഇതാണ്. പക്ഷെ നമ്മൾ ലഡാക്കിൽ ലിയോ നിൽക്കുമെന്ന് തോന്നുന്നില്ല, അത്രയും വിൻഡാണ്. ഇതിനത്ര വിൻഡ് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. സോ ഇതൊരു 42K അറൗണ്ട് വരുന്ന 42 തന്നെയാണ് കേട്ടോ. 42K കൊടുത്തിട്ടാണ് ഞാനത് മേടിച്ചത്. എനിക്ക് ഡ്രോൺ വർത്തിക്കാനൊന്നും അറിയില്ല. സോ ഇതിന് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു ലെവലിലാണ് ഞാനത് മേടിച്ചത് കേട്ടോ. അത്യാവശ്യം ഫുട്ടേജ് ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ അടുത്ത മെയിനായിട്ട് മറ്റേ ഫിറ്റ് ചെയ്ത ആക്സറീസ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ഫോർ നമ്മുടെ ലഡാക്ക് ട്രിപ്പിന് ചെയ്തത് ഇത് സിൻടാഗ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കാർപ്ലേ ആണ്. ഇത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ മാപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കാറ് മാത്രമാണ് കേട്ടോ. കാറിൻ്റെ മാപ്പിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത് പല എക്സ്പ്രസ് ഹൈവേയിലേക്കും ആണ് ഇത് കയറ്റി വിടുക. അവിടെ നിന്ന് പിന്നെ അവർ നമ്മളെ ചവിട്ടി പുറത്താക്കും, സ്വാഭാവികം, നിങ്ങൾക്കറിയാലോ. പക്ഷേ ഇതിന് വേറൊരു ഉപകാരങ്ങളും ഉണ്ട്, നമ്മുടെ സേഫ്റ്റി. അതെങ്ങനെയാണെന്നല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് 2 ക്യാമറ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ക്യാമറ ഞാൻ ഇവിടെയും വെച്ചിട്ടുണ്ട്, പിന്നെ ഞാനൊരു ക്യാമറ ഇത് എവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സേഫ്റ്റി തന്നെയാണ് കേട്ടോ. നമ്മൾ ലോങ് റൈഡ് പോകുന്ന സമയത്ത് ഈ ഒരു ക്യാമറ, അതായത് നമ്മൾ കാറിലൊക്കെ ഡാഷ് ക്യാമറ വയ്ക്കില്ല, അതുപോലത്തെ ക്യാമറ തന്നെയാണ് ഇതും. ഇത് സേഫ്റ്റിയാണ്. നിങ്ങൾക്കത് വെച്ചത് കൊണ്ട് ഉപകാരമില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ മാപ്പിംഗ് സിസ്റ്റം ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഫോണിൻ്റെ ചാർജ് നന്നായിട്ട് തിന്നും. ഓക്കെ, അപ്പോൾ അതുകൂടെ ഒരു നെഗറ്റീവാണ്. പക്ഷേ ഈ ക്യാമറ, നമ്മുടെ വണ്ടിയിലിരിക്കുന്ന ഈ ഡാഷ് ക്യാം അത്യധികം എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്, നമ്മുടെ സേഫ്റ്റിക്കുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ഞാൻ വേണ്ടാന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് അഫോർഡ് ആണെങ്കിൽ നിങ്ങളിത് എന്തായാലും ചെയ്തിട്ട് പോകുന്നത് നന്നായിരിക്കും. നോർമൽ യൂസിനും ഇത് നന്നായിരിക്കും കേട്ടോ. ഇതെനിക്ക് ചെയ്തപ്പോൾ, ഇതിപ്പോൾ സിൻടാഗിൻ്റെ ബ്രാൻഡാണെന്നല്ലേ പറഞ്ഞ്, ഇതെനിക്ക് ചെയ്തപ്പോൾ ഏകദേശം ഒരു 18K വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ബോബോൻ്റെ ഒരു ഫോൺ ഹോൾഡറാണ്. ഇത് ഏകദേശം ഒരു 1100 ആണ് വന്നത്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണ്ടാന്ന് വേണ്ടിയിട്ട് ഇരുന്നതാണ്. പക്ഷെ നിങ്ങൾ അത് ചെയ്യരുത്. എന്തായാലും ഫോൺ ഹോൾഡർ നിങ്ങൾ വെച്ചിരിക്കണം. കാരണം നമുക്ക് മാപ്പിംഗ്, ഞാൻ പറഞ്ഞല്ലോ, മാപ്പിംഗ് ആൻഡ് ചാർജിങ് ഭയങ്കര ഇഷ്യൂ ഉണ്ടാവും. സോ ഇത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അതിൽ നിന്നൊക്കെ, ആ ഒരു കൺഫ്യൂഷനിൽ നിന്നും കോംപ്ലിക്കേഷനിൽ നിന്നും ഇത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ അടുത്ത ആക്സറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നേരെ താഴെ വരാം. ഇത് ഈ ഈ Insta360 വെച്ചേക്കുന്ന ഈ കൊച്ചു ക്ലാമ്പ് കണ്ടോ, ക്യാമറ മൗണ്ടാണിത്. ഇത് ഉലാൻസി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. ഏകദേശം 2500 റുപ്പീസ് വരുന്നുണ്ട്. ഞാൻ എനിക്ക് കാണിച്ചു തരാം. ഇതാണ് സാധനം. പക്ഷെ ഞാനൊരു ഒറ്റ കാര്യം പറയട്ടെ, ഇത് ഞാൻ 2500 റുപ്പീസ് കൊടുത്ത് മേടിക്കണമെന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു, എന്നിട്ട് ഞാൻ മേടിച്ചാണ്. പക്ഷെ ഇത് ഒരിക്കലും, അതായത് ലഡാക്കിലെ ആ മല കയറുന്ന സമയത്ത് പോലും ഇവൻ എന്നെ ചതിച്ചിട്ടില്ല. ഒന്ന് താഴെ പോവുകയും എന്താ പറയുക, Insta360 പിടിച്ച് ഇത്രയും, അതായത് ബാലൻസ് ചെയ്യാതെ ഇരിക്കുക അങ്ങനെയൊന്നുമില്ല. വലിയൊരു ഗട്ടർ ചാടുന്ന സമയത്ത് ചെറിയൊരു ഇളക്ക് നിന്നല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇവൻ എനിക്ക് തന്നിട്ടില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളൊരു ക്യാമറ മൗണ്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇതിലേത് ബ്രാൻഡിൻ്റെയും ഐറ്റം ഞാൻ സ്പോൺസറല്ല, എല്ലാവരും സ്പോൺസറും ചെയ്തിട്ടില്ല, ഞാൻ ആരിൻ്റെയും പെയ്ഡ് പ്രൊമോഷനും അല്ല. നിങ്ങളത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ വീഡിയോയിലൂടെ. ഓക്കെ. പിന്നെ ഞാൻ വെച്ചിരിക്കുന്നത് മോട്ടോടോർഗിൻ്റെ ഒരു ക്രാഷ് കാർഡാണ്. ദൈവം സഹായിച്ച് നമ്മൾ ലഡാക്കിൽ പോലും വീണിട്ടില്ല, അതുകൊണ്ട് ഇതിൻ്റെ റിവ്യൂ എനിക്കറിയില്ല. പക്ഷെ ഓക്കെയാണ് എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ. പിന്നെ വെച്ചിരിക്കുന്നത് മെയിൻ പ്രോഗ്രാം കയറ്റിയിരിക്കുന്നത് മോട്ടോഡോഗിൻ്റെ കോട്ടക്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണ്. ഏകദേശം ഒരു 10K വരുന്നുണ്ട്. എല്ലാം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ വില കുറഞ്ഞ പക്ഷെ ഓക്കെയാണ് കേട്ടോ. ഇതെനിക്ക് ഓക്കെ ആയിട്ടേ തോന്നിയിട്ടുള്ളൂ, കാരണം ഇത് പോയിന്റ് വൈസ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അത്രയും രൂപ കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മാർക്കറ്റിൽ ഒരുപാട് ഫോഗ് ലാമ്പുകളുണ്ടല്ലോ, അത് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് മേടിക്കുക. ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മാഡോഗിൻ്റെ കോട്ടക്സ് എന്ന് പറയുന്ന മോഡലാണ്. ഇതിന് അറൗണ്ട് ഏകദേശം 10K വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തതൊരു മിനി ഡ്രൈവാണ്, HIGൻ്റെ ഒരു മിനി ഫോഗ് ലാമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇഞ്ചിൻ ഗാർഡ് വന്നിട്ട് കുറച്ച് ചെറിയ ഇഞ്ചിൻ ഗാർഡായിരുന്നു. ആ ഇഞ്ചിൻ ഗാർഡ് മാറ്റിയിട്ട് ഞാൻ ഒരു വലിയ ഇഞ്ചിൻ ഗാർഡ് വെച്ചു. ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ തൃശ്ശൂരിലെ ബാൻഡഡോസ് എന്നാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ആമസോണിൽ നിന്ന് ഒരു റേഡിയേറ്റർ ഗ്രില്ല് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾറെഡി ഗ്രില്ലുണ്ട്, എന്നാലും ഞാനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ഗ്രില്ലും കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാങ്ങിയത് നമ്മുടെ ജെറിക്കാനാണ്. ജെറിക്കാൻ്റെ ഉപയോഗം നിങ്ങൾക്ക് ലഡാക്കിൽ 1-2 പ്രാവശ്യം മാത്രമേ ഉപയോഗം വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നവർ ആരെങ്കിലും കടം മേടിച്ചിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ലഡാക്കിൽ ആകെ 1-2 ഓട്ടം മാത്രമേ നമ്മൾ ഈ ജെറിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് മാൻഡൂട്ടറി ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ നിങ്ങൾക്ക് ഈ സാധനം ആവശ്യം വരും കേട്ടോ. മാൻഡൂട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് എണ്ണയില്ലാത്ത അവസ്ഥയാവും. പിന്നെ അവിടെ ബ്ലാക്കിൽ കിട്ടുന്ന പെട്രോളുകളുണ്ട് കേട്ടോ. ബ്ലാക്കിൽ ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഒരു 110 രൂപയാണെന്നുണ്ടെങ്കിൽ അവരൊരു 150 രൂപയ്ക്കൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മതിയെങ്കിൽ നിങ്ങളിത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം ഇത് വണ്ടിയുടെ സ്റ്റെബിലിറ്റി കാര്യങ്ങളെ അത്ര ബാധിക്കില്ലെങ്കിലും ബാധിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഒരു ചോയ്സ് പോലെ ഉപയോഗിക്കുക കേട്ടോ. എനിക്കിത് ആകെ ഒരു പ്രാവശ്യം ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഈ വണ്ടിക്ക് ഈ ഒരു ജെറിക്കാൻ കയറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ലുക്ക് തന്നെ അങ്ങ് വേറെയായി. അപ്പോൾ ഞാനത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അത് മേടിച്ചത്. ഇതിന് വന്നത് 1800 രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് മേടിക്കുക. പിന്നെ ബാക്കിൽ വെച്ചിരിക്കുന്ന സാഡിൽ വന്നിട്ട് AGP എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു സാഡിലാണ് വെച്ചത് കേട്ടോ. ഇത് ഞാൻ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇത്ര ആക്സറീസാണ് ഞാൻ വണ്ടിയിൽ കയറ്റിയത്. വേറെ വലുതായിട്ടുള്ള ആക്സറീസ് ഒന്നും ഞാൻ കയറ്റിയിട്ടില്ല. മെയിനായിട്ട് നമുക്ക് ഇപ്പോഴത്തെ വേറെ ഒരു ആക്സറീസ് ഇല്ലയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗിയേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആക്സോറിൻ്റെ ടർബൈ എന്ന് പറയുന്ന ഒരു ഹെൽമെറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ആക്സറീസ് വന്നിട്ട് മിഡ്ലാൻഡിൻ്റെ മെഷ് എന്ന് പറയുന്ന ഒരു ഇൻ്റർകോമാണ് കേട്ടോ. ഇതിന് അറൗണ്ട് ഏകദേശം 12,000 രൂപ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആദ്യം ഉപയോഗിച്ചത് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റായിരുന്നു കേട്ടോ. അതിനേക്കാളും അത് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഈ മെഷ് മേടിച്ചത്. ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങൾ മെഷ് കൊണ്ട് കമ്മ്യൂണിക്കേഷനാണ്, ഇപ്പോൾ റൈഡേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ 4-5 പേര് പോകുന്നുണ്ട്, അവരുടെ കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾ മെഷ് കൊണ്ട് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ
ഇതിനേക്കാൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, അത് മേടിച്ചാൽ മതിയാവും. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം കേട്ടോ. ഇത് ഞാൻ ഒന്നും പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ ഇതിൻ്റെ ബ്രാൻഡിങ്ങിൻ്റെ പേരും ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കി കണ്ടുപിടിച്ചോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മാർക്കറ്റിൽ നമുക്ക് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കിട്ടും. ഞങ്ങൾ മേടിച്ചത് ഡേ ഔട്ടുമാണ്. അപ്പോൾ നിങ്ങൾ ഒരു 4-5 പേര് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1600 രൂപയ്ക്ക് എനിക്ക് ഇത് പെയർ കിട്ടിയിട്ടോ, 2 എണ്ണം കിട്ടി. 1600 രൂപയ്ക്ക് 4-5 പേര് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മേടിക്കുന്നതിൻ്റെ പകുതി കാശിൽ നമുക്കിത് മേടിക്കാം. 5 കിലോമീറ്റർ സറൗണ്ടിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടോ. നമ്മൾ മിഡിലൊക്കെ പോയ സമയത്ത് ഇത് വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അത് മിഡ്ലാൻഡ് ഒന്നും നടക്കൂല, ഇത് വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ബ്ലൂടൂത്ത് മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഒരു ഇൻ്റർകോം ഉണ്ട്, നിങ്ങൾ ഇൻ്റർകോം അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് യാത്ര തുടരാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണ്ടാന്നേ പറയുള്ളൂ. നിങ്ങൾ ഈ സാധനം മേടിച്ചിട്ട് വരുമ്പോൾ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ അതാണ് കമ്മ്യൂണിക്കേഷന് ഞാൻ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഹെൽമെറ്റായി. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇതിലോട്ട് പോവാം. ഞാൻ ബൈസൺ എന്ന ബ്രാൻഡിൻ്റെ റൈഡിങ് ജാക്കറ്റാണ് ഉപയോഗിച്ചത്. ഇത് ലെവൽ 2 പ്രൊട്ടക്ഷൻ വരുന്ന ജാക്കറ്റാണ് കേട്ടോ. പിന്നെ ഹൈഡ്രേഷൻ കിറ്റ് റൈഡേൻ്റെയാണ്. ബാലാഗ്ലാവും ഉപയോഗിച്ചത് റൈഡേൻ്റെ തന്നെയാണ്. അപ്പോൾ ഗ്ലൗ ഉപയോഗിച്ചതും ബൈസൻ്റെ തന്നെയാണ് കേട്ടോ. ഇതിൽ നോക്സിൻ്റെ സ്ലൈഡിങ് പാഡ്സൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നോക്സിൻ്റെ സ്ലൈഡിങ് പാഡ്സാണ് ഒന്നുകൂടെ കംഫർട്ടബിളും ഇഷ്ടവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. പിന്നെ വരുന്നത് നിങ്ങൾക്കറിയാം, ഇത് ആക്ടോറിൻ്റെ ഡെൽറ്റ എന്ന് പറയുന്ന റൈഡിങ് പാൻറ്റാണ്. നിങ്ങൾക്കറിയാം, ഞാൻ റൈനോൾസിൻ്റെ എയർ GT ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഇതായിപ്പോയി, പീൽ ഓഫ് ആയിപ്പോയി. ഇത് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് മേടിച്ചാണ്. നിങ്ങൾ എൻ്റെ എപ്പിസോഡ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ റൈഡിങ് ഗിയേഴ്സ് ഉപയോഗിച്ചത്. പിന്നെ ബൂട്ട് ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബൂട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതും ബൈസൻ്റെ തന്നെ ഹണ്ടർ എന്ന് പറയുന്ന ഒരു മോഡലാണ് കേട്ടോ. ആക്ച്വലി ഇത് അറൗണ്ട് ഏകദേശം ഒരു 6000 രൂപ വരുന്നുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് കേട്ടോ. നല്ല നമുക്ക് നമ്മുടെ ഫിംഗേഴ്സും ലെഗിലെ ഫിംഗേഴ്സും കാര്യങ്ങളെല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. അടിയിൽ നല്ല ഗ്രിപ്പ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോർമലി മേടിക്കുന്ന ബൂട്ടിനേക്കാളും ഞാൻ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് ഇത് മേടിച്ചത് കേട്ടോ. ആവറേജ് ആയിട്ട് ഞാൻ പറയുന്നത് എക്സ്ട്രീം ലെവലിൽ പ്രൊട്ടക്ഷൻ തരുമെന്ന് ഞാൻ പറയില്ല. ആവറേജ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അത്യാവശ്യം വെള്ളം കയറാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 6000 രൂപ വരുന്നുണ്ട്. നമ്മുടെ ജാക്കറ്റ് വന്നത് ഒരു 6000 രൂപ. അതെ, 6000 രൂപ തന്നെയാണ് അതും വന്നിരിക്കുന്നത്. റൈഡേൻ്റെ ഹൈഡ്രേഷൻ കിറ്റ് ഏകദേശം 2200 രൂപ. നിങ്ങൾക്ക് പാൻറ്റിൻ്റെ വില ഓൾറെഡി അറിയാലോ, 7000 റുപ്പീസ്. ഓക്കെ, ഗ്ലൗ ഞാൻ പിന്നെ 2500 രൂപയ്ക്കാണ് കേട്ടോ ഈ ഗ്ലൗ മേടിച്ചത്. ആക്ച്വലി ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഒരു 3300-3500 രൂപ വരുന്നുണ്ട്. എനിക്ക് ഡിസ്കൗണ്ടിൽ കിട്ടിയതാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാഗിൻ സിസ്റ്റം നോക്കാം. ഞാൻ ഒരു മോട്ടോക്രോസിൻ്റെ ടോപ്പ് ബോക്സാണ് ഉപയോഗിക്കുന്നത്. ഇത് അറൗണ്ട് ഒരു 9000 റുപ്പീസ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ മേടിച്ചപ്പോൾ ഒരു 9000 റുപ്പീസായി. പിന്നെ സാഡിൽ ഉപയോഗിക്കുന്നത് വയാട്ടാറിൻ്റെ സാഡിൽ ബാഗ്സാണ്. പിന്നെ ഒരു ബൈസൻ്റെ ടെയിൽ ബാഗ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നേരെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ബൈസൻ്റെ തന്നെ ഒരു ടാങ്ക് ബാഗ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ലഡാക്ക് പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ. നമ്മുടെ ആക്സറീസും നമ്മുടെ ക്യാമറാസും ആൻഡ് സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഇത്രയുമാണ് ഞാൻ പോകുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ. ഒരു പെയ്ഡ് പ്രൊമോഷനല്ല, ഞാനത് നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു തരാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് ഞാൻ എന്തായാലും അപ്പോൾ തന്നെ ഇതിനുള്ള ആൻസർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുള്ള സാധനങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരൊന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.